സന്ദീപിനെ കണ്ടതും സന്ദീപ് മുരുകേഷിനെ കാണുന്നില്ല. സന്ദീപിനെ കണ്ടതും മുരുകേഷിൻ്റെ മുഖത്ത് മൊത്തം ഒരു വെപ്രാളമാവുകയും തിരിച്ച് ബൈക്കിൻ്റെ പുറകിൽ തന്നെ കയറി രാഹുലിനോട്, രാഹുലെ വണ്ടി വിട്ടോ, വണ്ടി പോയി മാർക്കറ്റിൻ്റെ പിൻഭാഗത്ത് നിർത്ത് എന്ന് ധൃതി പിടിച്ച് പറയുമ്പോൾ രാഹുൽ, എന്താ മുരുകേഷ, എന്ത് പറ്റി എന്ന് ചോദിക്കുമ്പോൾ മുരുകേശൻ പറയുന്നു, അവിടെ സന്ദീപ് നിൽപ്പുണ്ട്. രാഹുൽ ചോദിക്കും, സന്ദീപ് നിൽക്കുന്നുണ്ടെങ്കിൽ നിനക്കെന്താ? അപ്പോൾ മുരുകേശൻ പറയും, സന്ദീപ് രാവിലെ പോയപ്പോൾ എന്നോട് 500 രൂപ കടം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ അത് കൊടുക്കാനിപ്പോൾ ഇല്ല. അപ്പോൾ രാഹുൽ ചോദിക്കും, നിനക്ക് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ പോരെ, നീ എന്തിനാ എല്ലാവരുടെയും കാര്യം ഏൽക്കുന്നത്? അപ്പോൾ മുരുകേശൻ പറയും, അത് അങ്ങനെയല്ല രാഹുലെ, നമ്മോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പറ്റില്ല എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. ആരെന്തു ചോദിച്ചാലും ഇല്ലെന്നു പറയില്ല, ചോദിച്ച കാര്യം അത് ചെയ്യാനും കഴിയില്ല. ആരെന്ത് ചോദിച്ചാലും ഇല്ലെന്നു പറയില്ല, ചോദിച്ച കാര്യം അത് ചെയ്യാനും കഴിയില്ല. എന്താണിത്, ഇത് എന്തെന്താണിത്, എന്താണിത്, ഇത് എന്തെന്താണിത്. അതുകൊണ്ട് അവനോട് ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്, തരാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ അവൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കിട്ടിയ പണിക്കാശെടുത്ത് അവൻ എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കും. ഈ പണിക്കാശ് അവൻ വാങ്ങിച്ചെടുത്താൽ ഞാൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ സുധാമണി ആകെ പ്രശ്നമാവും. അതുകൊണ്ട് നീ ഒന്ന് എന്നെ മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിലാക്കി തരൂ എന്ന് പറഞ്ഞിട്ട് തിരിച്ച് രാഹുലിൻ്റെ വണ്ടിയുടെ ബാക്കിൽ കയറുന്നു. രാഹുൽ പിറുപിറുത്തുകൊണ്ട് വണ്ടി മാർക്കറ്റിൻ്റെ പുറകു സൈഡിൽ കൊണ്ടുപോയി നിർത്തുന്നു. മുരുകേശൻ വണ്ടിയിൽ നിന്നിറങ്ങി രാഹുൽ തിരിച്ച് വണ്ടിയുമായി പോകുന്നു. മുരുകേശൻ 2 കൈയിൽ കിറ്റും പോക്കറ്റിൽ നിറച്ച് പേപ്പറുകളും മൊബൈൽ ഫോണുമായി മുണ്ട് കുത്താൻ പോലും പറ്റാതെ മുണ്ട് അഴിച്ചിട്ട് നേരെ മാർക്കറ്റിൻ്റെ അകത്തേക്ക് വരുന്നു. മാർക്കറ്റിൻ്റെ അകത്ത് വർഗീസേട്ടൻ്റെ മീൻ തട്ടിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവിടെ കിടക്കുന്ന ഓരോ മീനിനും വില ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വർഗീസേട്ടാ, നെയ്മീൻ എന്താ വില? വർഗീസേട്ടൻ പറഞ്ഞു, നെയ്മീൻ 450 രൂപ. പിന്നീട് മുരുകേശൻ ചോദിച്ചു, വർഗീസേട്ടാ ആവോലി എന്താ വില? അങ്ങനെ മുരുകേശൻ ഓരോ മീനിൻ്റെയും വില ചോദിച്ചുകൊണ്ടിരിക്കുന്നു. വർഗീസേട്ടൻ ഇത് കണ്ട് അല്പം നീരസത്തോടെ വർഗീസേട്ടൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റ് എടുത്ത് അവിടെ കിടന്നിരുന്ന ചാള എടുത്ത് തൂക്കി 1/2 കിലോ തൂക്കി മുരുകേശൻ്റെ കയ്യിൽ കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നീ ഏതൊക്കെ മീനിന് വില ചോദിച്ചാലും അവസാനം 1/2 കിലോ ചാളയെ മേടിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ചാള വാങ്ങിച്ചിട്ട് മുരുകേശൻ വർഗീസേട്ടനോട് ഇത് എത്രയായി എന്ന് ചോദിക്കുമ്പോൾ വർഗീസേട്ടൻ പറയുന്നു 80 രൂപ. മുരുകേശൻ ചാള കയ്യിൽ വാങ്ങിച്ചിട്ട് പോക്കറ്റിൽ നിന്നും മുരുകേശൻ്റെ മൊബൈൽ ഫോൺ എടുക്കുന്നു. മുരുകേശൻ്റെ മൊബൈൽ ഫോൺ പണ്ടത്തെ സാധാരണ ടച്ച് ഫോണാണ്. ഈ ടച്ച് ഫോൺ എടുത്ത് ഡയൽ ചെയ്ത് ഫോൺ ചെയ്യുന്നു. ഹലോ, സുധാമണിയല്ലേ? സുധാമണിയോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് മുരുകേശൻ ഫോൺ കട്ട് ചെയ്യുന്നു. ഫോൺ കട്ട് ചെയ്തിട്ട് പോക്കറ്റിൽ നിന്ന് പണം എടുക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ വർഗീസേട്ടൻ്റെ തട്ടിൻ്റെ അരികത്ത് വെക്കുന്നു. എന്നിട്ട് പോക്കറ്റിൽ നിന്നും പൈസ എടുത്ത് വർഗീസിന് കൊടുക്കുന്നു. തിരിച്ച് മൊബൈൽ ഫോണിന് പകരം അവിടെ വെച്ചിട്ടുള്ള വർഗീസേട്ടൻ്റെ കാൽക്കുലേറ്റർ എടുത്ത് പോക്കറ്റിൽ വെച്ച് 2 കൈയിലും കിറ്റുമായി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. അങ്ങനെ മുരുകേശേട്ടൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അവിടേക്ക് വെള്ളവുമായി ജോബി വരുന്നു. ജോബിയെ കണ്ട് വീണ്ടും വർഗീസേട്ടൻ എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ജോബിയും വർഗീസേട്ടനോട് എന്തൊക്കെയോ പറയുന്നു. ഈ സമയത്ത് മറ്റൊരാൾ മീൻ വാങ്ങിക്കാൻ വരികയും അദ്ദേഹം വർഗീസേട്ടൻ്റെ കയ്യിൽ നിന്നും 2-3 തരം മീൻ വാങ്ങുകയും മൊത്തം എത്രയായി എന്ന് ചോദിക്കുമ്പോൾ കണക്ക് കൂട്ടാൻ വേണ്ടി കാൽക്കുലേറ്റർ നോക്കുമ്പോൾ അവിടെ കാണുന്നത് മുരുകേശൻ്റെ ഫോണാണ്. വർഗീസ് ആ ഫോൺ എടുത്തുകൊണ്ട് നോക്കുമ്പോൾ അത് മുരുകേശൻ്റെ ഫോണാണ്. ഇത് കണ്ട് ജോബിയോട് വർഗീസേട്ടൻ പറയും, എടാ ഇത് മുരുകേശൻ്റെ ഫോൺ ഇവിടെ വെച്ച് മറന്നിട്ട് നമ്മുടെ കാൽക്കുലേറ്റർ എടുത്തുകൊണ്ട് പോയി. മുരുകേശൻ ഇപ്പോൾ ആ കപ്പേലയുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവുള്ളൂ. നീ ഈ ഫോൺ കൊണ്ടുപോയി മുരുകേശന് കൊടുത്തിട്ട് നമ്മുടെ കാൽക്കുലേറ്റർ തിരിച്ചു വാങ്ങിച്ചുകൊണ്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മുരുകേശൻ്റെ ഫോൺ വർഗീസേട്ടൻ ജോബിയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നു.